കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അച്ചുവായിട്ട് സംസാരിച്ചതിന് ശേഷം സേതു അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അങ്ങനെ അകത്തേക്ക് കയറി വന്നപ്പം മാധവമ്മന്റെ വലിയൊരു ഫോട്ടോ തന്നെ ഫ്രെയിം ചെയ്ത് ഭിത്തിയെ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോ സേതു അങ്ങോട്ട് ചെന്നു. ഇങ്ങനെ ഭിത്തിയെ തൂക്കി കിടന്നാൽ മതിയല്ലോ, ബാക്കിയുള്ളവരുടെ വിഷമം അറിയേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അത് അങ്ങനെയാണല്ലോ, അന്നും ഇന്നും എന്നും എനിക്ക് സങ്കടപ്പെടാനുള്ള സമയമുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് ഭിത്തിയെ കയറി ഇരുന്നാൽ മതി എന്ന് പറയാം. ഇത് ഈ സമയമാണ് പൂർണിമ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ബാൽക്കണിയിൽ കൂടെ ഇറങ്ങി വരുമ്പോ സേതു മാധവമേനന്റെ ഫോട്ടോ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ പറയണേ പൂർണിമ കേൾക്കുവാണ്. എന്റെ അമ്മേനെ എത്രമാത്രം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. ചെറുതിലെ നിങ്ങളെ ഒന്ന് അടുത്ത് കാണാനായിട്ട് നിങ്ങളുടെ ഒരു ഇച്ചിരി സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയോ. പക്ഷെ അന്നൊക്കെ നിങ്ങൾ ബിസിനസ് എന്ന് പറഞ്ഞ് ഓടി നടക്കുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ രണ്ടാം ഭാര്യയ്ക്കും മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ നിങ്ങൾ മറന്നില്ല. അന്നൊക്കെ ഞാൻ അനുഭവിച്ച വേദന അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ആ കാര്യത്തിലൊക്കെ സങ്കടമുള്ളൂ. സങ്കടമല്ല, സന്തോഷമുള്ളൂ. മുമ്പൊക്കെ ഞാൻ സങ്കടപ്പെട്ട് ഓർത്തിട്ട് ഇപ്പൊ ഞാൻ സന്തോഷിക്കുകയോ ചെയ്യണ്ടേ. എനിക്കായിട്ട് ദൈവം ഒരു അവസരം കൊണ്ട് തന്നിരിക്കുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ നിങ്ങളുടെ സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല ഇങ്ങോട്ട് കയറി വന്നത്. നിങ്ങൾ വിൽപത്രത്തിന് എനിക്ക് കുറെ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചു. പക്ഷെ അതൊന്നും എൻ്റെ അമ്മയ്ക്ക് പകരമാവില്ല. എനിക്ക് ചെറുതിലെ കിട്ടേണ്ട സ്നേഹത്തിന് ഒരിക്കലും പകരമാവാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളെന്നെ അമിതമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അച്ചു പറഞ്ഞു. പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാൻ പാടില്ലേ. ഇനിയിപ്പോ ചില സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലുള്ള വേദന ഇങ്ങനെ സങ്കടമായിട്ടാണ് വെളിയിലേക്ക് ആടുന്നത്. ചിലപ്പോൾ ദേഷ്യമായിട്ട് പുറത്തേക്ക് വരും. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ മാധവന്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ പറയണം. എന്നിട്ട് അങ്ങോട്ട് പോവാണ്. ഇത് കേട്ടുകൊണ്ടെന്ന് പൂർണ്ണിമയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പൂർണ്ണിമയ്ക്ക് അറിയാം സേതുവിന്റെ മനസ്സ് ശുദ്ധമാണ്, അച്ഛനെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് സേതുവിന് പറ്റുന്നില്ല. അദ്ദേഹത്തിനുള്ള ആ ഒരു ദേഷ്യമൊക്കെയാണ് സങ്കടമായിട്ട് വരുന്നത്. ചെറുതിലെ കിട്ടാത്ത ഒരു സ്നേഹത്തിന് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നുള്ള കാര്യം ശരിക്കും പൂർണ്ണിമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ ഇന്ദ്രൻ തന്നെ മിക്കവാറും കൊല്ലും. അന്ന് തന്നെ അവൻ തന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. വിശ്വം അങ്ങോട്ട് വന്നു. എന്താ അമ്മ എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്ന് വെക്കും. ഞാൻ അവനെ കുറിച്ചാ ഇന്ദ്രനെ കുറിച്ച്. നല്ല കഥയായിപ്പോയി. എടാ മോനെ, ഇങ്ങനെ പോയാൽ മിക്കവാറും അവന് നമ്മളെ കൊല്ലൂന്ന് എനിക്ക് തോന്നേ. അതെ, അമ്മയുടെ കയ്യിലിപ്പോണ്ട് സംഭവിച്ചല്ലേ. അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ പല്ലവി ചേച്ചിയായിട്ട് വിവാഹം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ടോ ആ ചേച്ചിയുടെ ജീവിതം കൂടെ താർന്നില്ലേ നിൽക്കും. പിന്നെ പല്ലവി മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടലെന്ന് പറയണം. അത് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് ഏട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയണം. ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയാൽ ശരിയാകത്തില്ല. അതെന്താ? എടാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പല്ലവിയുടെ വീട്ടുകാരറിയില്ലേ അവന് മെന്റലാന്ന്. ഇപ്പൊ തന്നെ നാട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന പല്ലവിയുടെ കുഴപ്പം കൊണ്ടാ പല്ലവി വീട്ടിൽ നിന്ന് പോയിക്കുന്നതെന്ന്. ഇനിയിപ്പോ ഇവന് വട്ടാന്നുള്ള കാര്യം നാട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പരം നാണക്കേട് വേറെ എന്തേലും ഉണ്ടോ? അതുകൊണ്ട് വേണ്ട, അതിൻ്റെ ഒന്നും കാര്യമില്ലെന്ന് പറയാം. അന്നാമ്മ അങ്ങനെ നോക്കിയിരുന്ന കേട്ടോ. അവസാനം അമ്മ മോളിൽ പോയിരിക്കുന്ന കാണാം. അമ്മ മാത്രല്ല മിക്കവാറും എന്നെയും കൂടെ കൊല്ലൂന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് ഇന്ദ്രൻ അത് കേട്ടോണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഇന്ദ്രൻ ചോദിച്ചു, ആരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യ? എന്നെ കൊണ്ടുപോകാനായിരിക്കും അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ കൊണ്ടേ വല്ല മുറിക്കകത്തും തളച്ചിടാനായിട്ട് നിങ്ങളുടെ മനസ്സ് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ തീർത്തിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കത്തുള്ളൂ. രണ്ടുപേരെ ഞാൻ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കും. ജയിലിൽ പോയി കിടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലത്തെ മോഹങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്തു കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് പോവാണ്. ഈ സമയം വിശ്വൻ രാജലക്ഷ്മിനെ നോക്കി. രാജലക്ഷ്മിക്കോ ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. പിന്നീട് കാണിക്കുന്ന ശോഭയുടെ ആങ്ങള. അപ്പൊ ഗൾഫിലാണ്. ഗൾഫിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കും. ദൈവം വേണ്ടായിരുന്നു. ഭാര്യയാണെങ്കിൽ സുഖിച്ചു കയറിയിരിക്കും. ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അവളങ്ങ് നടക്കും. അടുക്കളപ്പണി മൊത്തം ചെയ്യണം താന്. സിങ്കിനകത്താണെങ്കിൽ ഒരു കുന്നാത്രം പാത്രങ്ങൾ കിടപ്പുണ്ട്. അതോടെ കഴുകി വൃത്തിയാക്കണം. ആകെപ്പാടൊരു സമാധാനക്കേട്. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. അളിയനാണല്ലോ. അപ്പൊ മുകുന്ദമാഷ് വിളിച്ചായിരുന്നു. എന്താ അളിയാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുക. അല്ല, നീ എവിടെ എന്തെടുക്കോ? ഞാനിവിടെ വെറുതെ ഇരിക്കുവായിരുന്നു പറയാ. അല്ല, എന്ത് പറ്റിയപ്പോ അളിയും വിളിച്ചേ? അതെ, ശോഭയ്ക്ക് എന്തോ കാര്യം പറയണമെന്ന്. പിന്നീട് ശോഭ വിളിച്ചു തുടങ്ങി. അതെ, നിനക്ക് സുഖമൊക്കെ ആണല്ലോ എന്ന് പറയാണ്. എനിക്ക് സുഖം ചേച്ചിക്ക് എന്തൊക്കെയുണ്ട്? എടാ, എനിക്കൊരു സമാധാനമില്ല. എനിക്ക് പല്ലവിയുടെ കാര്യം എടുത്തിട്ട് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഇന്നലെയും കൂടെ ഒരു സ്വപ്നം കണ്ടു, വല്ലാത്തൊരു സ്വപ്നം. അതും ആ ഇന്ദ്രനെയും കൂട്ടിയുള്ള സ്വപ്നമാ. എന്റെ ചേച്ചി അതൊക്കെ വിട്ടുകളാം. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് പേടിയാടാ മോനെ. എന്തെങ്കിലും പല്ലവീനെ അവൻ ചെയ്യുവോ ഇന്ദ്രന്? ഇത്ര സില്ലായിട്ടുള്ള കാര്യം ഒരു സ്വപ്നം കണ്ടെന്ന് ചേച്ചി ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. എന്തേലും പ്രശ്നമുണ്ടോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വന്നേക്കാം. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയാം.
ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശോഭ പറഞ്ഞു ശരി എന്നാ ശരി ഞാൻ വെച്ചേക്കുവാന്ന് പറയാണ്. അങ്ങനെ ധൈര്യം സംഭരിച്ച് ശോഭ ഫോൺ വെക്കുവാണ്. ശോഭയുടെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട്. ഇന്ദ്രൻ വരുവോ, വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുവോ എന്നുള്ളത്. ഈ സമയം രഘു മനസ്സ് വിചാരിച്ചു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ താൻ വീട്ടിലേക്കൊന്ന് പോകേണ്ട വരും. ഭാര്യയുടെ മുന്നിലാണ് താന് പതുങ്ങിയിരിക്കുന്നത്. പക്ഷെ പുറത്ത് ഇപ്പോഴും താൻ ആ കടുവ തന്നെയാണ്. ഈ രഘുവിനെ ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ ഇന്ദ്രനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ രഘു മനസ്സ് വിചാരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പല്ലവി കോളേജില് സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ പുസ്തകമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വേറെ ടീച്ചർ അങ്ങോട്ട് വരുന്നത്. ആഹാ, ഇത് എന്ത് പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഭയങ്കര സങ്കടമാണല്ലോ മുഖത്ത്. ഓ, ആ ഇന്ദ്രനുമായിട്ടുള്ള വിവാഹബന്ധം അതിനെക്കുറിച്ച് ഓർത്തിട്ടാണെന്ന് ചോദിക്കും. പെട്ടെന്ന് പല്ലവി എനിക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ഒന്നുമില്ലെന്ന് പറയാം. മുഖം കണ്ട അറിയാലോ പല്ലവി ടീച്ചറിന് നല്ല വിഷമമുണ്ടെന്ന്, ഒരു നഷ്ടബോധം ഉണ്ടെന്ന്. നഷ്ടബോധം എനിക്കാ. അത് നഷ്ടപ്പെടാനുള്ളവർക്കല്ലേ നഷ്ടബോധം ഉണ്ടാവുള്ളൂ. എനിക്കൊരു നഷ്ടബോധം ഇല്ല. പിന്നെ ആ ഇന്ദ്രനെ പോലെ ഒരു ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് സന്തോഷം മാത്രമേ ഉള്ളെന്ന് പറയും. എന്റെ ടീച്ചറെ, പല്ലവി ടീച്ചറെ, എന്തൊക്കെ പറഞ്ഞാലും ഇന്ദ്രനൊരു പുളുങ്കൊമ്പ് തന്നെ ആയിരുന്നു കേട്ടോ. സമ്മതിക്കാതിരിക്കാൻ തരവില്ല. ഇപ്പൊ തന്നെ എന്റെ കാര്യം തന്നെ വിചാരിക്കേ, ഭർത്താവ് പുറത്താ, പക്ഷെ എന്നെക്കുറിച്ച് ആൾക്കാർ എന്തൊക്കെ അപരാധങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇതേ ഞാൻ കഴിഞ്ഞിടയ്ക്ക് കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഡ്രൈവറുടെ കൂടെ കറങ്ങി നടക്കുവാന്ന് വരെ പറഞ്ഞു. പക്ഷെ ഞാനൊന്നും മൈൻഡാക്കുന്നില്ല. പല്ലവി ടീച്ചറൊന്നും മൈൻഡാക്കാണ്ടെന്നേ. അതിൻ്റെ അകത്തൊന്നും കഥയില്ലെന്ന് പറയാ. പല്ലവി പറഞ്ഞു, അല്ലെങ്കിൽ ഞാനും മൈൻഡാക്കാൻ പോകുന്നു. ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോലും പോകുന്നില്ലെന്ന് പറയാണ്. ഈ സമയം ആ ടീച്ചർ വന്ന് അങ്ങോട്ട് ഇരിക്കുവാണ്. പെട്ടെന്ന് പുള്ളിക്കാരെടുത്ത്, അയ്യോ എൻ്റെ മൊബൈല്, അയ്യോ ക്ലാസ്സിലാന്ന് തോന്നിയമേ, ആ കുരുത്തം കെട്ട പിള്ളേര് ആ വാട്സപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്താൽ തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഓടുവാണ്. അപ്പൊ വേറെ ടീച്ചർ വന്ന് എങ്ങ് നോക്കിയപ്പോൾ ഓടി ഓട്ടം കണ്ടോ. അവരുടെ ടീച്ചറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് പല്ലവിയോട് പറയാം. പല്ലവി ചിരിക്കുവാണ്. അപ്പോഴാണ് പല്ലവിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിയപ്പോൾ സ്മൃതിയാ. എന്താ സ്മൃതി? പിന്നീട് സ്മൃതി വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ശരി ശരി, ഞാൻ നേരത്തെ ഇറങ്ങാന്ന് പറയാണ്. പിന്നീട് സേതുവും മിത്രനും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സേതു ചോദിച്ചു, എന്തി ശ്രീഹരി എന്തി? അവൻ എന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേക്കുക. അവന് കഴിപ്പ് മാത്രം ഉള്ളോ? എടാ, അവിടെ ജോലി ചെയ്യുന്നവർക്ക് കൂടെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറയണം. അതൊക്കെ മേടിച്ചു കൊടുക്കുമെന്ന് പറയാ. അല്ല, പണി എവിടം വരെ? ഇനി കുറച്ചുകൂടെ ഉണ്ട്, ബാക്കിന് ഡെക്കറേഷൻ വർക്ക് കൂടെ ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോഴാണ് ശ്രീഹരി അങ്ങോട്ട് വരുന്നത്. എടാ, നീ ഫുഡ് കഴിച്ചില്ല? കഴിച്ചു. അത് സേതു കേട്ടാ, ഒരു വിശേഷമുണ്ട്. എന്താ? അതിനകത്ത് പല്ലവി ചേച്ചി ഇരിക്കുന്നുണ്ടെന്ന് പറയണം. എവിടെ? ദേ ആ റെസ്റ്റോറൻറ്റിൽ ഇരിപ്പുണ്ട്. പല്ലവി ചേച്ചി സ്മൃതി ചേച്ചി ഉണ്ടോന്ന് പറയണം. ആഹാ, കൊള്ളാലോ. ഒരു കഞ്ചിയെ സേതുവാണ് ഇപ്പോഴും കൂടി ചെല്ലാൻ പറയണം. ഞാനിപ്പോ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? എന്തേലുമൊക്കെ സംസാരിക്കാം, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറ. ഇനി ഇങ്ങനെ മനസ്സിൽ പ്രണയം ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഉള്ള പ്രണയം തുറന്നു പറയണമെന്ന് പറയാം. മിത്രം പറഞ്ഞു, അത് ശരിയാ, തുറന്നു പറഞ്ഞെങ്കിൽ ശരിയാവത്തില്ല, കൈവിട്ട് പോവും മോനെ, അതുകൊണ്ടുള്ള നേരത്തെ തുറന്നു പറഞ്ഞോളാം പറയുക. അങ്ങനെ സേതുവിനെ എരിപൊരി കയറ്റി വിടുവാണ്. സേതു അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്മൃതിയും പല്ലവി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ സ്മൃതിയോട് പല്ലവി വെച്ചു, ഇനിയിപ്പോ എന്തെങ്കിലും ഫുഡ് വേണോന്ന് ചോദിക്കണം. വേണ്ട, ഇപ്പൊ തന്നെ എനിക്ക് നന്നായിട്ട് വയറ് നിറഞ്ഞെന്ന് പറയാം. പെട്ടെന്ന് സേതു അങ്ങ് വന്നു. ആഹാ, സേതു വേണ്ട, ഇതെന്ത് പറ്റി? അല്ല, ഞാനത് പിന്നെ ഒരു ചായ കുടിക്കാൻ വന്നാന്ന് പറയാം. എന്താന്ന് അറിയത്തില്ല, വല്ലാത്ത തലവേദന. ഇതാ കേട്ടതും പെട്ടെന്ന് പല്ലവി ചാടി എഴുന്നേറ്റു. സേതുവിന് നെറ്റിയിലും കഴുത്തിലും കൈ വെച്ച് നോക്കുവാണ്. ചൂടൊന്നും ഇല്ലല്ലോ. പുറമേ ചൂടില്ല, അകത്താ ചൂടെന്ന് തോന്നേ. ഇത് കണ്ടുകൊണ്ട് സ്മൃതി പെട്ടെന്ന് മുഖം തിരിക്കുകയാണ്. സ്മൃതിക്ക് മനസ്സിലായി പല്ലവിക്ക് നല്ല ഇഷ്ടമുണ്ട് സേതുവിനെ, നല്ല കരുതലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ. സേതുകൊണ്ട് ഇരിക്കാൻ ചായ പറയാന്ന് പറയാണ്. പെട്ടെന്ന് സേതു സ്മൃതിയുടെ അടുത്തുള്ള കസര ഇരിക്കാൻ തുടങ്ങിയപ്പം സ്മൃതി പറഞ്ഞു, അതെ പല്ലവി എടുത്ത് പോയിരുന്നോളാൻ പറയണം. അങ്ങനെ പല്ലവിയുടെ അടുത്ത് പോയി ഇരിക്കുകയാണ്. പിന്നീട് സേതുവിനോട് പറഞ്ഞു, സേതുകൊണ്ട് കഴിക്കാൻ എന്തെങ്കിലും പറയട്ടെ എന്ന് പല്ലവി ചോദിക്കുക. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, ചായ മാത്രം മതി എന്ന് പറയാം. ഈ സമയം സ്മൃതി ചോദിച്ച്, കല്യാണക്കാരിയൊക്കെ എങ്ങനെയായി? അതൊന്നും ആയില്ല. അതെന്ത് പറ്റി? കുറെ പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചിട്ട് അതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓഹോ, അപ്പൊ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയൊന്നും അല്ലായിരുന്നു എന്ന് ചോദിക്കുക. അത് ഇപ്പൊ സേതുവേട്ടന്റെ മനസ്സിലുള്ള സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനത്തെയാ എന്ന് സ്മൃതി ചോദിക്കുക. ഇത് കേട്ടോ സേതു മനസ്സിൽ പറഞ്ഞു, എന്റെ അടുത്തിരിങ്ങിയ ചായ കുടിക്കുന്ന ഈ പല്ലവിനെ പോലെയുള്ള പല്ലവിനെ തന്നെയാ എന്റെ മനസ്സിലേക്ക് ഇഷ്ടം. എന്റെ ഭാര്യയാൻ പോകുന്നവളെ ഇവളായിരിക്കണം എന്ന് എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന് സേതു മനസ്സിൽ പറയാണ്. സ്മൃതി ഇങ്ങനെ പല്ലവിനെ സേതുവിനെ മാറി മാറി നോക്കുക. സേതു ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ചായ കുടിക്കുക. ഈ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. ഇന്ദ്രൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ നോയി കഴിയുമ്പോഴാണ് സേതു പല്ലവി ഇരിക്കുന്നത് കണ്ടേ. അപ്പൊ ഇതിനു മുമ്പ് തന്നെ സ്മൃതിയുടെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ട്. അമ്മയെ വിളിച്ചേ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് സമയമായി വരാനും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അമ്മയൊന്ന് വീണ് കൈക്ക് നീരൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പം ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സ്മൃതി പോയായിരുന്നു എഴുന്നേറ്റ്. ആ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ട് വന്നേ. ഇന്ദ്രൻ വന്നു നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ തനിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്ദ്രൻ്റെ ഒരു കസര മാറി അപ്പുറം ഇരിക്കുവാണ്. അപ്പൊ സേതുവും പല്ലവിയാണ് ഇന്ദ്രനെ കണ്ടതുമില്ല. സേതു ചോദിച്ചാല, ആ ഇന്ദ്രനെ കുറിച്ച് വല്ല ശല്യം ഇപ്പോൾ ഉണ്ടോന്ന് ചോദിക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല, ഇനി അവനും കൂടെ വരട്ടെ, അവനെ ഞാൻ കൊന്നു കളയുമെന്ന് പറയാം.
ഇത് കേട്ട് ഇന്ദ്രൻ മനസ്സിൽ പറയാം, വാടി, നീയാണോ ഞാനാണോ ചാവാൻ പോകുന്നത് നമുക്കറിയാം. ഈ ഇന്ദ്രനോടാ നിന്റെ കളിന്ന് ഇന്ദ്രൻ മനസ്സിൽ പറയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.